ഞാൻ ഒരുപാട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഈ പോലീസുകാർ കടിച്ചതിനെതിരെ പത്രസമ്മേളനം നടത്തുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടുന്ന് പഠിപ്പിച്ച ഏത് ക്യാമ്പിലാണ് കടിക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നത്? നിങ്ങൾ DGPയോട് ചോദിച്ചു നോക്കണം. സമരം ചെയ്യുന്നവരെ കടിച്ചു തോൽപ്പിക്കണം എന്ന് പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് ക്യാമ്പിലാണ്? അങ്ങനെയാണെങ്കിൽ അറിയണമല്ലോ. അങ്ങനെ ട്രെയിനിങ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ട്രെയിനിങ്ങിനെതിരെ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി വേറൊരു കാര്യം ചെയ്യട്ടോ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ജോലിയുള്ളൊന്ന് ഷെൽട്ടർ പണിയൊക്കെ വേണം. ഞങ്ങൾ ചിലപ്പോൾ ഷെൽട്ടർ പണിയേണ്ടി വരും ഈ കടിക്കുന്നവർക്ക് വേണ്ടി. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിയുള്ളൊന്ന്. ഈ നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കടി കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഉണ്ട്. മാത്രമല്ല പുരുഷ പോലീസുകാർ കടിച്ചു എന്നാണ് ഈ വിക്ടിംസ് പറയുന്നത്. അത് പരിശോധിക്കണം. ഈ വനിതാ കൗൺസിലർമാരെ കണ്ടു നോക്കുക, അവരുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഈ പറഞ്ഞ പേരുകാരൻ ഈ നൗഫൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് മാധ്യമപ്രവർത്തകർ ഇത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഈ കൗൺസിലർമാരെ കാണുക. ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അതിലപ്പുറമുണ്ട്. അവരുടെ പരാതിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കടിക്കുകയും ചെയ്തിട്ട് ശരീരത്തെ സ്പർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത്, വനിതകളെ മർദ്ദിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ വേണ്ടി പുരുഷ പോലീസിന് എന്താണ് അധികാരം? വനിതകളുടെ മാർച്ചാണെന്ന് തലേ ദിവസം തന്നെ അറിയിച്ചിട്ടും 5 വനിതാ പോലീസുകാരെ നിർത്തിയിട്ട് ബാക്കി മുഴുവൻ പുരുഷ പോലീസുകാരായിരുന്നു. ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത്? പറയൂ. ആയിക്കോട്ടെ, അത് കേസ് എടുത്തോട്ടെ, അന്വേഷിച്ചോട്ടെ. അപ്പൊ കടിച്ചു എന്ന് സമ്മതിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അല്ല കടിച്ചോ ഇല്ലയോ? അപ്പോൾ മനോരമയുടെ ലേഖനം ഉണ്ടോ? മനോരമയിൽ ആരെങ്കിലും ഉണ്ടോ? ചാനലിൻ്റെ ആരെങ്കിലും ഉണ്ടോ? സനകരിക്കല്ലേ. മനോരമ വന്നത് ശരിയാണല്ലോ, മനോരമയിൽ വന്നത് ശരിയാണല്ലോ. തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അല്ല, കടിച്ചു, മനോരമ വന്നത് ശരിയാണല്ലോ. സനക കടിച്ചു എന്നുള്ളത് ശരിയാണല്ലോ. ശരി, അപ്പം കടിച്ചു എന്ന് നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചു. കടിക്കുന്ന ചിത്രമാണോ വന്നിരിക്കുക? ആ ഫോട്ടോ എടുത്തത്, ചിത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത മനോരമയുടെ ഫോട്ടോഗ്രാഫർ അല്ലേ? പുരുഷ പോലീസ് കടിച്ചു. നിങ്ങൾ കാര്യം ചെയ്യൂ. അല്ല, കടിച്ചല്ല, പുരുഷനാണ് കടിച്ചത്. പുരുഷ പോലീസുകാർ കടിച്ചു എന്നുള്ള പരാതിയാണ് കൗൺസിലർമാർക്കുള്ളത്. അത് വസ്തുതയാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി, ഞാൻ പോയി മുൻ കേന്ദ്രമന്ത്രി ശ്രീ V. മുരളീധരൻ ഉൾപ്പെടെ ഉള്ളവർ ആശുപത്രിയിൽ പോയി ഇവരുമായിട്ട് സംസാരിച്ച് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്ന് പത്രസമ്മേളനം വിളിച്ചത്. ഇന്നലെ ഞാൻ വിളിച്ചില്ലല്ലോ. ഇന്നലെ രാത്രി 11-12 മണി വരെ മർദ്ദനമേറ്റ ഓരോ കൗൺസിലർമാരെയും മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പോയി കണ്ട് ഓരോരുത്തരോടും ചോദിച്ച് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുരുഷ പോലീസുകാർ കടിച്ചിട്ടുണ്ട്. ഈ നൗഫൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ മാർച്ച് നടന്നിടത്ത് നൗഫലിന് എന്താണ് കാര്യം? ഈ രാജേഷിന് എന്താണ് കാര്യം? എന്താ തിരുവനന്തപുരത്തുള്ള ക്യാമ്പിൽ വനിതാ പോലീസുകാരും ഇല്ലേ? അവരെല്ലാം മാഞ്ഞു പോയോ? ഒരു 250 മഹിളാ മോർച്ച പ്രവർത്തകരെ, കൗൺസിലർമാരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള വനിതാ പോലീസൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് സംവിധാനം പിരിച്ചുവിടട്ടെ.